പലരുടെയും മനസ്സിൽ വന്ന ഓർമ്മകളും താല്പര്യങ്ങളും അവർ പങ്കുവയ്ക്കുകയുണ്ടായി. ഇത് ഞങ്ങൾക്കൊരു മഹാഭാഗ്യമായിട്ട് കരുതുന്നു. ഈ ധ്യാനം വഴി വലിയ ഒരു അനുഗ്രഹ മഴയാണ് ഈ ഇടവകയ്ക്ക് പെയ്തു കിട്ടിയത് എന്ന് അവർ ഓർമ്മിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് ഇതുപോലുള്ള വലിയ സേവനം ചെയ്യുന്ന ഈ വിൻസെൻഷൻ വൈദികരെ, വിൻസെന്റ് ഇപ്പോൾ പുണ്യവാന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് എന്ന് അവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ആ പ്രസ്ഥാനം യാതൊരുവിധ പാരിതോഷികങ്ങളും സ്വീകരിക്കാതെ സമൂഹത്തിന് വേണ്ടി, വിശ്വാസികൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഈ പോപ്പുലർ മിഷൻ ധ്യാനം ഇനിയും ധാരാളം ഇടവകകളിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അവർക്ക് എല്ലാവിധ ഈശ്വരാനുഗ്രഹങ്ങളും നേരുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, 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 വീണ്ടും ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈയടിച്ചു പാടിടാം, വീശി പാടിടാം, നൃത്തമാടി പാടിടാം, സ്തോത്രഗീതം പാടിടാം. കൈയടിച്ചു പാടിടാം, കരങ്ങൾ വീശി പാടിടാം, നൃത്തമാടി പാടിടാം, സ്തോത്രഗീതം പാടിടാം. ഹല്ലേലൂയ, 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 വീണ്ടും ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ഇരുവശങ്ങളിലേക്കും. ദാവീദിൻ പുത്രന് ഹല്ലേലൂയ പാടിടാം, കന്യാസ്തനയന് ഹല്ലേലൂയ പാടിടാം. ദാവീദിൻ പുത്രന് ഹല്ലേലൂയ പാടിടാം, കന്യാസ്തനയന് ഹല്ലേലൂയ പാടിടാം. ആത്മനാഥനീശന് ഹല്ലേലൂയ പാടിടാം, രക്ഷ നൽകും നാഥന് ഹല്ലേലൂയ പാടിടാം. ആത്മനാഥനീശന് ഹല്ലേലൂയ പാടിടാം, രക്ഷ നൽകും നാഥന് ഹല്ലേലൂയ പാടിടാം. ഹല്ലേലൂയ, തുള്ളിച്ചാടി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈയടിച്ചു പാടിടാം, കരങ്ങൾ വീശി പാടിടാം, നൃത്തമാടി പാടിടാം, സ്തോത്രഗീതം പാടിടാം. കൈയടിച്ചു പാടിടാം, കരങ്ങൾ വീശി പാടിടാം, നൃത്തമാടി പാടിടാം, സ്തോത്രഗീതം പാടിടാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉയർത്തി ഇരുവശങ്ങളിലേക്കും. സൗഖ്യം നൽകും നാഥന് ഹല്ലേലൂയ പാടിടാം, മുറിവുണക്കും നാഥന് ഹല്ലേലൂയ പാടിടാം. സൗഖ്യം നൽകും നാഥന് ഹല്ലേലൂയ പാടിടാം, മുറിവുണക്കും നാഥന് ഹല്ലേലൂയ പാടിടാം. പാപം നീക്കും നാഥന് ഹല്ലേലൂയ പാടിടാം, ശക്തി നൽകും നാഥന് ഹല്ലേലൂയ പാടിടാം. പാപം നീക്കും നാഥന് ഹല്ലേലൂയ പാടിടാം, ശക്തി നൽകും നാഥന് ഹല്ലേലൂയ പാടിടാം. ഹല്ലേലൂയ, 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 ഇതും പോലല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈയടിച്ചു പാടിടാം, കരങ്ങൾ വീശി പാടിടാം, നൃത്തമാടി പാടിടാം, സ്തോത്രഗീതം പാടിടാം. കൈയടിച്ചു പാടിടാം, കരങ്ങൾ വീശി പാടിടാം, നൃത്തമാടി പാടിടാം, സ്തോത്രഗീതം പാടിടാം. കൈയടേലു പാടിടാം, കരങ്ങൾ വീശി പാടിടാം, നൃത്തമാടി പാടിടാം, സ്തോത്രഗീതം പാടിടാം. കൈയടിച്ചു പാടിടാം, കരങ്ങൾ വീശി പാടിടാം, നൃത്തമാടി പാടിടാം, സ്തോത്രഗീതം പാടിടാം. എൻ്റെ പേര് പോളച്ചൻ, സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് ദേവഗിരി കാറ്റക്കിസം HM ആണ്. ഈ പോപ്പുലർ മിഷൻ ധ്യാനം ഞങ്ങളുടെ ഇടവകയെ സംബന്ധിച്ച് വളരെയധികം അനുഗ്രഹദായകമായിരുന്നു. ഈ ധ്യാനം ആരംഭിച്ചത് തന്നെ 1 പത്രോസ് 5:6 വചനം ഉദ്ധരിച്ചുകൊണ്ടാണ്. ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും.
നിങ്ങളുടെ ഉത്കണ്ഠകൾ എല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. ഈ വചനത്തെ ആസ്പദമാക്കി ദൈവത്തിന്റെ കൃപയുടെ കീഴിൽ, കരത്തിന്റെ കീഴിൽ താഴ്മയോടെ നിൽക്കാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടിയിട്ട് ഈ വൈദികർ, ധ്യാനിപ്പിച്ച വൈദികർ ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരികയും അതിന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഞങ്ങളുടെ ഇടവകൾക്കുണ്ടാവുകയും ചെയ്തു. ഇത്തരം ധ്യാനങ്ങൾ ഇതേപോലുള്ള കൊച്ചിടവകൾക്ക് സാധാരണ എല്ലാവർക്കും പങ്കെടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ക്രമീകരണം വളരെയധികം അനുഗ്രഹദായകമാണ്. ഇത്തരം ധ്യാനങ്ങൾ മറ്റിടവകൾ സംഘടിപ്പിക്കട്ടെ. അങ്ങനെ അവരും ദൈവത്തെ അറിയട്ടെ, ദൈവത്തെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കട്ടെ. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വരിക വരിക സഹജരേ, വരിക വരിക മോദമായി, വരിക വരിക സഹജരേ, വരിക വരിക സമയമായി. വരിക വരിക സഹജരേ, വരിക വരിക മോദമായി, വരിക വരിക സഹജരേ, വരിക വരിക സമയമായി. വരിക വരിക സഹജരേ, വരിക വരിക മോദമായി, വരിക വരിക സഹജരേ, വരിക വരിക സമയമായി. വരിക വരിക സഹജരേ, വരിക വരിക മോദമായി, വരിക വരിക സഹജരേ, വരിക വരിക സമയമായി. ഏറ്റവും സ്നേഹബഹുമാനപ്പെട്ട മണവാളനച്ച, വർഗീസച്ച, പോളച്ച, ജോണച്ച, എൽദോയച്ച, ഞങ്ങളുടെ ഏറ്റവും സ്നേഹമുള്ള കൊടിയനച്ച, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, ഈശോ എന്ന നാമം അനേകായിരം പ്രാവശ്യം നമ്മൾ ഉരുവിട്ട് കഴിയുമ്പോൾ, ഈശോ എന്ന് പറഞ്ഞ് ഞാനുള്ള തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അയാൾക്ക് സൗഖ്യമുണ്ടാകുകയാണ്. അതെന്റെ കഴിവല്ല കേട്ടോ, അത് ഈശോയുടെ കഴിവാണ്. ഈശോയുടെ മഹത്വം, ഈശോയുടെ സൗഖ്യം എന്നിലൂടെ വന്ന് മറ്റുള്ളവരെ അലങ്കരിക്കുകയാണ്. അത് മണവാളനച്ച് നൽകപ്പെട്ടിരിക്കുന്ന ഒരു വരമല്ല, എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഒരു വരമല്ല, മാമോദീസ സ്വീകരിച്ച എല്ലാവർക്കും നൽകപ്പെട്ടിരിക്കുന്ന ഒരു വരമാണ്. മാമോദീസ സ്വീകരിച്ച എല്ലാവർക്കും നൽകപ്പെട്ടിരിക്കുന്ന ഒരു വരമാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ രോഗികൾ സൗഖ്യപ്പെടും. നിങ്ങൾ ആശ്വസിപ്പിച്ചാൽ ആളുകൾക്ക് സൗഖ്യമുണ്ടാകും. ഇന്ന് നടക്കട്ടെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അത് സംഭവിച്ചിരിക്കും. എന്തുകൊണ്ടാണ്? നിരന്തരമായിട്ട് ദൈവത്തിന്റെ ആത്മാവുമായിട്ട് നിങ്ങൾ ബന്ധത്തിലാണ്. ദേവഗിരി ഇടവക ജനങ്ങളായ നിങ്ങൾ മണവാളനച്ചനോട് ചേർന്ന്, സിസ്റ്റേഴ്സിനോട് ചേർന്ന്, കൈക്കാരന്മാരോട് ചേർന്ന്, ദേവാലയ ശുശ്രൂഷയോട് ചേർന്ന്, അൾത്താര സംഘത്തോട് ചേർന്ന്, മതാധ്യാപകരോട് ചേർന്ന്, ഫാമിലിറ്റി വൈസ് ചെയർമാനോട് ചേർന്ന് സംഘടിപ്പിച്ചതായ ഈ പോപ്പുലർ മിഷൻ ധ്യാനം ആത്മാവിൻ നിറയുവാനും, അത് മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലുമായിരിക്കുമ്പോൾ ദുഃഖപൂരിതമായ സമയങ്ങളിൽ പോലും ദൈവത്തിന്റെ നാമം ഉച്ചരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ ദൈവത്തിന്റെ ശക്തിയുള്ള ആളുകളായിട്ട് നിങ്ങൾ മാറട്ടെ. ഏറ്റവും അവസാനമായിട്ട് വിൻസെൻഷ്യൻ ഫാദേഴ്സിന് ഇവിടെ ഒന്ന് സഹായിക്കുന്ന ഗായക സംഘത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. നിങ്ങൾക്കറിയാവുന്നതുപോലെ അവർ ഈ ധ്യാനത്തിന് വരുമ്പോൾ നമ്മളിൽ നിന്ന് ഒന്നും കൈപ്പറ്റുന്നില്ല. ഇവിടെ കിട്ടുന്ന സംഭാവന ചെലവുകളെല്ലാം കഴിഞ്ഞിട്ട് ഇടവകയ്ക്ക് കൊടുത്തിട്ട് അവർ പോകുകയാണ്. പക്ഷെ അവർ സംഭാവന ആവശ്യപ്പെടുന്നുണ്ട്. എന്താണ് സംഭാവന? ഇവിടെ ഇരിക്കുന്ന ചിലര്, ആൺകുട്ടികളിൽ ചിലര് പിന്നീട് വിൻസെൻഷ്യൻ വൈദികരായിട്ട് മാറണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഇവരുടെ കാലം കഴിയുമ്പോൾ ഈ ഇന്ത്യയിൽ മുഴുവൻ അവര് ആഫ്രിക്കയിലേക്ക്, മറ്റു രാജ്യങ്ങളിലേക്ക് നീങ്ങുന്നുണ്ട്. നമ്മുടെ തമിഴ്നാട്ടില്, കർണാടകത്തില്, ഡൽഹിയില് വലിയ ധ്യാന കേന്ദ്രങ്ങളുണ്ട്. അവിടെയെല്ലാം ക്രിസ്തുവിനെ പറ്റി പ്രസംഗിക്കുവാനായിട്ട് വർഗീസത്തിനെ പോലെയും പോളച്ചിനെ പോലെയും ജോണച്ചിനെ പോലെയും എൽദോയെ പോലെയുമുള്ള ആളുകള് പിന്നീടും ഉണ്ടാക്കുവാനായിട്ടുള്ള വലിയ അനുഗ്രഹം. അവര് മാത്രം പോരാ, ഇപ്പുറത്തിരിക്കുന്നവര് സിസ്റ്റേഴ്സായിട്ട് നിങ്ങളുടെ ഇടവകയില് അഗാത്ത സിസ്റ്റേഴ്സ്, ക്ലാരിസ് സിസ്റ്റേഴ്സ് സേവനം ചെയ്യുന്നത് പോലെ ഭാവിയില് നമ്മളെ നയിക്കാനും നമ്മളെ പഠിപ്പിക്കാനും നമ്മുടെ കൊച്ചുമക്കളെ ഒരുക്കാനുമായിട്ട് ഇവിടെ നിന്നും ദൈവവിളി ഉണ്ടാകണം. ആ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് നന്ദി പറയുകയാണ്. ഇത് ദൈവത്തിന്റെ വലിയ അനുഗ്രഹമാണ് കേട്ടോ. ഈ ഇടവകയില് കുർബാന സജീവമാകാൻ പോകുകയാണ്. ഈ ഇടവകയില് കുമ്പസാരങ്ങൾ കൂടാൻ പോകുകയാണ്. ഈ ഇടവകയില് കുടുംബ പ്രാർത്ഥന ശക്തിപ്പെടുവാൻ പോകുകയാണ്. ഈ ഇടവകയില് കൂട്ടായ്മ വളരാൻ പോകുകയാണ്. ഈ ഇടവകയില് നടക്കുന്ന സ്ഥലത്തും ജോലി ചെയ്യുന്ന സ്ഥലത്തും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴും ദൈവത്തിന്റെ നാമം ഉച്ചരിക്കുന്ന ആളുകള് വർദ്ധിക്കുവാൻ പോകുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
എല്ലാവിധ നന്മകളും നേരുന്നു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇതുപോലെയുള്ള പോപ്പുലർ മിഷൻ ധ്യാനം അധികം ചെലവില്ലാതെ ദൈവജനത്തിനു വേണ്ടി ദൈവമക്കളുടെ ആഗ്രഹപ്രകാരം എല്ലാവർക്കും ഏത് മതസ്ഥർക്കും സംബന്ധിക്കാവുന്ന വിധത്തിൽ നടത്തുകയാണെങ്കിൽ ദൈവജനത്തിന് വളരെ ഉപകാരപ്രദമായിരിക്കുമെന്ന് എനിക്ക് ബോധ്യമായി. അതിനായി നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കൃപയുടെ അഭിഷേകത്തിൽ നമുക്ക് ഈ ഗാനത്തോട് ചേർന്ന് പാടി ഈശോയെ ആരാധിക്കാം. കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ഭക്തിയോടെ നമുക്ക് ഇരുകരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെക്കാം. വലിയ ആനന്ദവും വലിയ സമാധാനവും ഇതാ ഈ നിമിഷങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ആനന്ദത്തെ ഓർത്ത് സമാധാനത്തെ ഓർത്തുകൊണ്ട് നമുക്ക് അവിടുത്തോട് നന്ദി പറയാം. ഇതാ നമ്മുടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ മധ്യത്തിലൂടെ കടന്നു വരാൻ പോവുക. നമ്മുടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ മധ്യേ കടന്നു വരുമ്പോൾ ഏറ്റവും പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. നമ്മളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈശോ വരാൻ പോവുക. എല്ലാവരും ഇങ്ങോട്ട് നോക്കിക്കേ. നമ്മൾ സുവിശേഷങ്ങളെ കാണുന്നുണ്ടല്ലോ. ഈശോ ഇങ്ങനെ പാലസ്തീന തെരുവീഥികളിലൂടെ 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്നു പോയപ്പം ഒരുപാട് ജനക്കൂട്ടം ഈശോയുടെ ചുറ്റും ഉണ്ടായിരുന്നു. ഈശോയുടെ ചുറ്റും നിന്ന് ആ ജനക്കൂട്ടം നിലവിളിച്ച് പ്രാർത്ഥിച്ചു. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഈശോയെ നോക്കി നിലവിളിച്ചപ്പോ ആരോടെങ്കിലും ഈശോ പറഞ്ഞോ, എനിക്കിപ്പം നിന്നെ സുഖപ്പെടുത്താൻ സമയമില്ല, പോയിട്ട് പിന്നെ വരാൻ? ആരോടെങ്കിലും ഈശോ പറഞ്ഞോ? ഇല്ല. ഈശോയെ നിലവിളിച്ച് പ്രാർത്ഥിച്ച എല്ലാവർക്കും ഈശോ സൗഖ്യം കൊടുത്തില്ലേ? എല്ലാവർക്കും ഈശോ ആശ്വാസം കൊടുത്തു. ദിവ്യകാരുണ്യ പ്രതിഷ്ഠിത സമയത്ത് ഒത്തിരിയേറെ അത്ഭുതങ്ങൾ ഈശോ ചെയ്യുന്ന സമയമാണ്. ഏറ്റവും വിശ്വാസത്തോടെ നമുക്കായിരിക്കാം. ഇതാ ഈശോ നമ്മുടെ മതിലൂടെ കടന്നു വരുമ്പോൾ ബർത്തേമിയൂസ് എന്ന അന്ധയാചകൻ ഉറക്കെ നിലവിളിച്ചല്ലോ, ഈശോയെ എന്നെ രക്ഷിക്കണേ, എന്റെ അന്ധത മാറ്റണമേ എന്ന് അവൻ ഉറക്കെ നിലവിളിച്ചില്ലേ? അവന്റെ നിലവിളി ഈശോ കേട്ടു. ഒരു കാര്യം ഉറപ്പിച്ചോ, ഈശോയെ നോക്കിക്കൊണ്ട് ഈ സമൂഹത്തിൽ ആരൊക്കെ യേശുവേ എന്ന് വിളിക്കുന്നുണ്ടോ അവരെല്ലാം ഈശോ തൊടും. ഈ ഒരു ബോധ്യത്തോടെ കരമുയർത്തിച്ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്തസ്രാവക്കാരി സ്ത്രീ ഈശോ ഇങ്ങനെ കടന്നു പോയപ്പോൾ വിശ്വാസത്തോടെ ഒന്ന് തൊട്ടു. ആ തൊടൽ അവൾക്ക് സൗഖ്യമായി മാറിയില്ലേ? ഈ സമൂഹത്തിന്റെ എവിടെയാ നീ ഇരിക്കുന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോ, നീ മാനന്ദം ഈശോയെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈശോ ഇറങ്ങി വരും, ഈശോ നിന്നെ തൊടും എന്നുള്ളത് ഉറപ്പാ.
ഇതാ നമ്മുടെ ഈശോ നമ്മുടെ ഇടയിലൂടെ കടന്നു വരാൻ പോകുന്ന സമയത്ത് ഇരുകരങ്ങളും ആ ബർത്തേമീസ് എന്ന അന്ധയാചകൻ യേശുവിന്റെ നേരെ നീട്ടിപ്പിടിച്ചതുപോലെ ഈ സമൂഹം ഒന്നടങ്ങ് നീട്ടിപ്പിടിച്ചേ. എല്ലാവരും കരങ്ങളും നീട്ടിപ്പിടിച്ചേ. 2000 വർഷങ്ങൾക്ക് മുൻപ് ഈശോയെ ഇരുകരങ്ങളെ നീട്ടി ഈശോയെ രക്ഷിക്കണേ എന്നൊരാൾ വിളിച്ചപ്പോൾ ഈശോ ആ നിലവിളി കേട്ടല്ലോ. നമ്മുടെ ഈശോയ്ക്ക് ഒരു ബലഹീനതയുണ്ടെങ്കിൽ, നമ്മുടെ ഈശോയ്ക്ക് ഒരു കുറവുണ്ടെങ്കിൽ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന മക്കളെ മറികടന്നു പോകാൻ, നിലവിളിച്ച് കരയുന്ന മക്കളെ മറികടന്നു പോകാൻ നമ്മുടെ ദൈവത്തിന് കഴിവില്ല എന്നൊരു ബലഹീനതയുള്ളൂ. ഈ ഒരു ബോധ്യത്തോടെ എല്ലാവരും വിളിച്ചേ, യേശുവേ എന്ന് വിളിച്ചേ. ഈശോ നമ്മുടെ മധ്യത്തിലൂടെ കടന്നു വരുമ്പോൾ ഈ നിലവിളി, ഈ പ്രാർത്ഥന ഉയരണം. ഈശോ അടുത്തേക്ക് വരുമ്പോൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട്, ഈശോയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ഉറക്കെ നിങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കണം, കരഞ്ഞ് പ്രാർത്ഥിക്കണം, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചോ. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. എല്ലാവരും ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ഉറക്കെ അങ്ങ് സ്തുതിച്ചേ, ഉറക്കെ സ്തുതി പ്രാർത്ഥിച്ചേ. യേശുവേ എന്ന് വിളിച്ച് സ്തുതിച്ചേ, യേശുവേ എന്ന് വിളിച്ച് സ്തുതിച്ചേ, കണ്ണുനീരോടെ സ്തുതിച്ചേ. കരങ്ങളടിച്ച് ഈശോ അടുത്ത് വരുമ്പോ യേശുവേ എന്ന് വിളിച്ചെന്ന് പ്രാർത്ഥിച്ചു. കരങ്ങൾ ഉയർത്തി അടിച്ചേ, കരങ്ങൾ ഉയർത്തി. അത്ഭുതങ്ങൾ കാണാം, അടയാളങ്ങൾ കാണാം, ആദിയും അന്തവുമാകും നാഥനെ ആരാധിക്കുമ്പോൾ ഈശോയെ നോക്കിക്കൊണ്ട് കാണാം, അടയാളങ്ങൾ കാണാം, ആദിയും അന്തവുമാകും നാഥനെ ആരാധിക്കുമ്പോൾ യേശുവേ എന്ന് വിളിച്ച് സ്തുതിച്ചേ. ആഹാരത്തിൽ പാനീയത്തിൽ ആശീർവാദം നിറയാനായി നീയും നിന്റെ കുടുംബവും ഇന്ന് ആരാധിക്കണം. ആഹാരത്തിൽ പാനീയത്തിൽ ആശീർവാദം നിറയാനായി നീയും നിന്റെ കുടുംബവും ഇന്ന് ആരാധിക്കണം. കരങ്ങളടിച്ച് അത്ഭുതങ്ങൾ കാണാം, അടയാളങ്ങൾ കാണാം, ആദിമന്തവുമാകും നാഥനെ ആരാധിക്കുമ്പോൾ അവിടത്തേക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ലല്ലോ, അവിടത്തേക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. അവിടുന്ന് നിന്നെ രക്ഷിക്കും. ജീവിത വഴിയിൽ സ്വർഗത്തിന്റെ കരങ്ങൾ നമ്മിൽ പതിയാണ്. ജീവിതകാലം മുഴുവൻ നാഥനെ ആരാധിച്ചിടാം. എല്ലാവരും ജീവിത വഴിയിൽ സ്വർഗത്തിന്റെ കരങ്ങൾ നമ്മിൽ പതിയാണ്. ജീവിതകാലം മുഴുവൻ നാഥനെ ആരാധിച്ചിടാം. അത്ഭുതങ്ങൾ കാണാം, അടയാളങ്ങൾ കാണാം, ആദിയുമന്ത്യവുമാകും നാഥനെ ആരാധിക്കുമ്പോൾ. അത്ഭുതങ്ങൾ കാണാം, അടയാളങ്ങൾ കാണാം, ആദിയുമന്ത്യവുമാകും നാഥനെ ആരാധിക്കുമ്പോൾ. ആരാധന 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 ആരാധന. കരങ്ങൾ വീശി പാടാം. ഈശോയേ ചേർന്ന് വിളിച്ചേ. ഈശോയേ ഈശോയെ എന്ന് വിളിച്ചേ. യേശുവേ എന്ന് വിളിച്ചേ. ആരാധന ഈശോയെ എന്ന് വിളിച്ചേ. യേശുവേ ആരാധന. യേശുവേ, യേശുവേ. യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ ആരാധന. സ്നേഹമുള്ള ദൈവജനമേ, നമ്മുടെ കരങ്ങളിലുള്ള കുരിശ് നമ്മളുടെ മുമ്പിൽ അല്പം ഉയർത്തിപ്പിടിക്കാം. ഈ 5 ദിവസങ്ങളിലായി നമ്മൾ വചനങ്ങളോടെ ശ്രവിച്ചത് ഈശോയുടെ പിന്നാലെ നമ്മൾ പോകണമെന്ന.
ഈശോയോട് ചേർന്നുള്ള ജീവിതം അതാണ് അനുഗ്രഹത്തിന്റെ ജീവിതം. കർത്താവിനോട് ചേർന്ന് കർത്താവിന്റെ പിന്നാലെ നമ്മൾ പോകും എന്ന് നമ്മൾ പ്രതിജ്ഞയെടുത്തു. ഈശോയുടെ പിന്നാലെ പോകും എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ദൈവം ക്രൂശിതനായ ദൈവമാണ്. നമ്മുടെ കർത്താവ് ക്രൂശിതനായ കർത്താവാണ്. ക്രൂശിക്കപ്പെട്ട കുരിശിൽ നമുക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവിനെയാണ് നമ്മൾ അനുഗമിക്കുക. നമ്മൾ ഈ കുരിശ് അടയാളം കാണുമ്പോൾ നമ്മൾ ഈശോയെയാണ് ഓർക്കുക. ഈശോയുടെ പിന്നാലെ ഞാൻ പോകും. ഈശോയുടെ പിന്നാലെ പോകുമ്പോൾ കുരിശെടുത്ത് രക്ഷ ഒരുക്കിയ കർത്താവിന്റെ പിന്നാലെയാണ് ഞാൻ പോകുന്നത് എന്നുള്ള വലിയ അർത്ഥം, ബോധ്യം നമ്മുടെ മനസ്സിലേക്ക് സ്വീകരിക്കാം. ഒപ്പം മനസ്സിലാക്കാം, ഈശോ കുരിശെടുത്തെങ്കിൽ അതുവരെ സഹനം ശാപമായിരുന്നു, കുരിശ് ശാപമായിരുന്നു, ശിക്ഷയായിരുന്നുവെങ്കിൽ പിതാവായ ദൈവത്തോട് ചേർന്ന് ഈശോ കുരിശെടുത്തപ്പോ, കുരിശിൽ മരിച്ചപ്പോ അത് ശിക്ഷയല്ല, അത് രക്ഷയായിട്ട് മാറി, ദൈവജനത്തിന് രക്ഷയായിട്ട് മാറി. അതുപോലെ കുരിശ് കയ്യിലെടുക്കുന്ന നമ്മൾ, ഈശോയോട് ചേർന്ന് ജീവൻ നയിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മൾ ആഹ്വാനം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ കുരിശുകൾ, ഈശോയുടെ പിന്നാലെ പോകുവാൻ പരിശ്രമിക്കുമ്പോൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ത്യാഗങ്ങളും സഹനങ്ങളും അത് ശിക്ഷയല്ല, അത് തകർച്ചയല്ല, അത് രക്ഷയാണ്. ഈ തിരിച്ചറിവോടുകൂടി ഈ ഗാനത്തോട് ചേർന്ന് യേശുവിന്റെ പിന്നാലെ ഞാൻ പോകും എന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കുരിശിലേക്ക് നോക്കിക്കൊണ്ട് പാടാം. സ്വർഗത്തിലേക്കുള്ള പാത അത് ഇടുങ്ങിയതാണ്, അല്പം ത്യാഗം ആവശ്യപ്പെടുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കർത്താവിനെ ഞാൻ അനുഗമിക്കും. എന്റെ പിന്നിൽ ലോകമാണ്, ലോകം എന്നെ മാടി വിളിക്കുമ്പോഴും പാപത്തിന്റെ സുഖം എന്നെ മാടി വിളിക്കുമ്പോഴും ക്രൂശിതനെ നോക്കിക്കൊണ്ട് ക്രൂശിതന്റെ പിന്നാലെ ഞാൻ പോകും എന്ന ഉറച്ച നിശ്ചയദാർഢ്യത്തോടെ, തീരുമാനത്തോടെ കയ്യിലിരിക്കുന്ന കുരിശ് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ക്രൂശിതനായ ക്രിസ്തുവിനെ ഞാൻ എന്റെ നെഞ്ചോട്, എന്റെ ജീവിതത്തോട് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകും എന്ന ആഗ്രഹത്തോടെ, നിശ്ചയദാർഢ്യത്തോടെ, തീരുമാനത്തോടെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ലോകമാണ് എങ്കിലും ക്രൂശതും തീരുമാനം ചെയ്യുമേലും പിന്നിലേക്കൽപ്പവും കുരിശ് ഉയർത്തിപ്പിടിച്ച് കുരിശിലേക്ക് നോക്കി പിന്നാലെ ഞാൻ പോകുവാൻ ആത്മാവിൽ തീരുമാനം ചെയ്തുമേലും പിന്നിലേക്കൽപ്പവും. കുരിശ് ഉയർത്തിപ്പിടിച്ച് കുരിശിലേക്ക് നോക്കാം. പ്രിയപ്പെട്ടവരെ, എന്തു നഷ്ടപ്പെട്ടാലും, എന്തു തന്നെ നഷ്ടപ്പെടുത്തേണ്ടി വന്നാലും കർത്താവിനെ തള്ളിപ്പറയാതെ ഈശോയോട് ചേർന്ന് ഞാൻ നിൽക്കും എന്ന നിശ്ചയദാർഢ്യത്തോടെ, നമുക്ക് മുമ്പ് ജീവിച്ചു പോയ പുണ്യവാന്മാരെടുത്ത ആ നിശ്ചയദാർഢ്യം, ആ ദാർഢ്യത്തോടെ, തീരുമാനത്തോടെ നമുക്ക് ചേർന്ന് പാടാം. യേശുവിനെ മാത്രം നൽക, ബാക്കിയെല്ലാം മാറ്റുക, തീരുമാനം ചെയ്യുമേലും പിന്നിലേക്കൽപ്പവും. കുരിശ് ശരീരത്തോട് ചേർത്ത് പിടിച്ച് പിന്നാലെ ഞാൻ പോകുവാൻ
ലോകവും ശിരസ്സുകൾ കുനിച്ച് വിശുദ്ധ കുരിശിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശന്റെ ആശീർവാദവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുവിന്റെ പിന്നാലെ അടിവച്ചണിയണിയായി യേശുവിന്റെ പിന്നാലെ പോകുക നാം യേശു